ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 9, മർദ്ദിതൻ്റെ പ്രത്യാശ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും. എന്തെന്നാൽ എനിക്ക് അവിടുന്ന് നീതി നടത്തി തന്നിരിക്കുന്നു. ഞാൻ മർദ്ദിതനാണ്, ഞാൻ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നവനാണ്. എങ്കിലും കർത്താവെ, അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു. അതാണ് എൻ്റെ വലിയ പ്രത്യാശ. 8 മുതലുള്ള വചനങ്ങളിലെ പ്രകാരം നാം വായിക്കും. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം ഇപ്രകാരമാണല്ലോ: കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രത്യാശ വെച്ചിട്ട് ഇതുവരെ ആരും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വലിയ പ്രത്യാശയും പ്രതീക്ഷയും. മർദ്ദിതൻ്റെ പ്രത്യാശ എന്നാണ് സങ്കീർത്തനം ആരംഭിച്ചത്. നമ്മൾ ഓരോരുത്തരും പലവിധത്തിൽ മർദ്ദിക്കപ്പെടുന്നവരാണ്, പീഡനമേൽക്കപ്പെടുന്നവരാണ് ഓരോ ദിവസവും. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും എപ്പോഴും ഉള്ള പ്രത്യാശ അത് ദൈവത്തിൽ മാത്രമായിരിക്കണമെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം പ്രകാരമാണ്: ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല, പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല. കർത്താവ് എഴുന്നേൽക്കണമേ, ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല, പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല. അതേ, കർത്താവ് എഴുന്നേൽക്കും. തീർച്ചയായിട്ടും ദൈവം നമുക്കെല്ലാവർക്കും നീതി നടത്തി തരും എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സങ്കീർത്തകനായ ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ദിനവൃത്താന്ത പുസ്തകം 1-ാം ദിനവൃത്താന്ത പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ദാവീദ് ജനസംഖ്യ എടുത്തത് ദൈവത്തിന് ഇഷ്ടപ്പെടായകയാൽ 3 മഹാമാരികളെ അയക്കും എന്ന് പറയുമ്പോൾ ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്. 21-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം ഇപ്രകാരമാണ്: മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം. അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ. അതെ, നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ കാരുണ്യം വലുതാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും